നേരത്തെ കൊടുത്തിരുന്നത് വീര്യം കൂടിയതായിരുന്നെന്ന് ഓർക്കുന്നില്ലേ നാഥ്? അന്നത്തെ ആ ഡോസ് വളരെ ഹെവി ആയിരുന്നല്ലോ. അതിനുശേഷം അവളുടെ ശരീരത്തിൽ ഇടയ്ക്കിടെ ഇഞ്ചക്ട് ചെയ്തിരുന്നത് കുര്യൻ സാറ് കൂടി പറഞ്ഞിട്ടായിരുന്നല്ലോ. നാഥ് മറന്നുപോയോ? അവളുടെ ചുവന്ന ചായം തേച്ച ചുണ്ടുകളുടെ ചലനത്തിൽ നാഥ് കണ്ണെടുക്കാതെ നോക്കുമ്പോൾ അനുഗ്രഹവിറയിലോടെ ഭിത്തിയിലേക്ക് ചാരി. ഒരു നോട്ടം കൊണ്ട് അവളെ തളർത്തിയ അഹംഭാവത്തോടെ അടുത്ത നിമിഷം അവൻ അവളോട് ഒട്ടിനിന്നു. ബോധപൂർവം തന്റെ ഭാരം അവളുടെ ശരീരത്തിലേക്ക് അമർത്തി. ഒരു ചുംബനത്തിനും നിയമങ്ങളുണ്ടോ അനുഗ്രഹ? മറുപടി പറയാൻ കഴിയാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് മുഖം വെട്ടിച്ചു. അനുഗ്രഹ, നാഥിന്റെ ശബ്ദം അവൾ തന്റെ ചെവിക്കരികിൽ കേട്ടു. കവിളിലെ നേർത്ത രോമരാജികൾ തന്റെ നിശ്വാസമേറ്റ് ഉണർന്നു വരുന്നതിൽ അവന്റെ ശ്രദ്ധ പതിഞ്ഞു. പ്ലീസ്. അനുഗ്രഹം മുഖം തിരിക്കാതെ മിഴികൾ തുറക്കാതെ പിറുപിറുത്തു. ഒരു നിമിഷം കൂടി അവൻ അങ്ങനെ ചേർന്ന് നിന്നാൽ അവൾ അടിയറവ് പറഞ്ഞു പോകുമായിരുന്നു. നീയും വീരനും തമ്മിൽ എങ്ങനെയായിരുന്നു? അവൻ നിന്നോട് ചുംബനം ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ മുഖം തിരിച്ചിരുന്നോ? ചുംബിക്കാൻ പോലും പാടില്ലെന്ന് പറഞ്ഞിരുന്നോ? അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടായിരുന്നു അവന്റെ ചോദ്യം. ഞാൻ വീരനെ സ്നേഹിച്ചിരുന്നു. ഓ റിയലി? പക്ഷേ പണവും അവനും നിന്റെ മുന്നിൽ ഒരുപോലെ വന്നാൽ നീ പണം മാത്രം തിരഞ്ഞെടുക്കുമെന്ന് മാത്രം. അപ്പോൾ വില കൊടുക്കാതെ പോയ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൽ അർത്ഥമുണ്ടോ അനുഗ്രഹ? അവന്റെ പരിഹാസം നിറഞ്ഞ ചോദ്യത്തിൽ ദേഷ്യവും അമർഷവും കൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പ് വിറച്ചു ചുവന്നു. കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചില്ലെങ്കിലും വളരെ ചുരുക്കത്തിൽ ജീവിച്ചു വന്നവളാണ് ഞാൻ. വീരനോട് താല്പര്യം തോന്നിയത് തന്നെ അവന്റെ ചുറ്റുപാടുകൾ കണ്ടിട്ട് തന്നെയാണ്. എന്റെ സുരക്ഷിതമായ സമ്പന്നമായ ഭാവി അവനിലാണെന്ന് കരുതി. എനിക്ക് പണവും വേണം, അവനെയും വേണം. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചുപോയി. അവനെന്നെ മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ ഒരവസരം നൽകാതെ ജീവൻ എന്നെ കുരുക്കി കളഞ്ഞില്ലേ? അനുഗ്രഹ ദേഷ്യവും സങ്കടവും കൊണ്ട് കിതച്ചു. ആ നിമിഷം ദേവനാഥ് അവളുടെ അധരം കവർന്നിരുന്നു. ആദ്യത്തെ പകപ്പിനപ്പുറം അവനെ തട്ടിമാറ്റാൻ കഴിയാതെ വർഷങ്ങളായി ഉള്ളിൽ അടക്കി വെച്ച വികാരങ്ങൾ അവളിൽ നിന്നും പുറന്തള്ളി. അവളുടെ മൃദുലതകളിൽ നാഥിന്റെ കരം മുറുകിയപ്പോൾ പിടഞ്ഞുകൊണ്ടവൾ അവനെ തട്ടിമാറ്റാൻ ശ്രമിച്ചു. ഗാഠമായ ചുംബനത്തിന് ശേഷം അധരം അവളിൽ നിന്ന് അകന്നിട്ടും ആ മിഴികളിൽ നോക്കി അവൻ പിന്നെയും അവളുടെ മാറിൽ സ്പർശിച്ചു. തനിക്ക് അനുകൂലമായ ഒരേങ്ങൽ ഉയർന്നപ്പോൾ അവൻ അവളിൽ നിന്ന് പിന്മാറി. എങ്ങനെയാ, സമ്മതമല്ലേ? അവൻ അർത്ഥം വെച്ചതുപോലെ ചോദിച്ചു. അവൾ വഴങ്ങിക്കഴിഞ്ഞുവെന്ന് അവന് മനസ്സിലായിരുന്നു. അല്ലെങ്കിലും അവന് മുന്നിൽ പാതിബോധത്തിൽ പോലും വഴങ്ങാൻ മടിയുള്ള ഒരാളല്ലേയുള്ളൂ. അവളോളം തൻ്റെ ഇടവും സ്വഭാവമഹിമയുമുള്ള ഒരു പെണ്ണിനെ ദേവനാഥ് കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണല്ലോ ഒരു നിധി പോലെ അവളെ ഇങ്ങനെ സൂക്ഷിക്കുന്നത്. ഞാൻ ആവശ്യപ്പെട്ടത് നടക്കുമെങ്കിൽ അനു അവളുടെ ആവശ്യം മുന്നോട്ട് വെച്ചു. നീ ആവശ്യപ്പെട്ടതുപോലെ ക്രിസ്റ്റഫറിന്റെ ഭാര്യയായി നിന്നെ വാഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഒപ്പം ആ ഹോസ്പിറ്റൽ വാങ്ങാൻ പോകുന്നത് നിന്റെയും ക്രിസ്റ്റഫറിന്റെയും പേരിലായിരിക്കും. അതുപോരെ? സോഫി. അനുവിന്റെ ചോദ്യം കേട്ട് ദേവനാഥ് വശ്യമായി പുഞ്ചിരിച്ചു. നിനക്ക് മുന്നിൽ നിൽക്കുന്നത് ദേവനാഥാണെന്നതിൽ സംശയമുണ്ടോ? എങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട. എനിക്ക് വേണ്ടത് നൽകാൻ നീ തയ്യാറായാൽ അകത്ത് കിടക്കുന്നവൾക്ക് പോലും നമുക്കിടയിൽ സ്ഥാനമുണ്ടാവില്ല. എനിക്കെൻ്റെ മകനെ വേണം. അതിന് നീ എൻ്റെ കൂടെ വേണം. അനുവിന് അവന്റെ ചിന്തകൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന ഭാവമായിരുന്നു. ശംഖുവിനു വേണ്ടി നാഥെന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്ന് അവൾ ഉറപ്പിച്ചു. ടീനയെ ഇവിടെ കിടക്കുന്നവളെ എന്തു ചെയ്യും? യഥാർത്ഥ ടീനയെ പോലെ ഉറക്കാം. നാഥ് കുടിലമായി ചിരിച്ചു. കാരണം ഇതെല്ലാം അവൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമല്ലോ. അപ്പോൾ സോഫി പ്രസവിക്കാൻ പോകുന്നതോ? ആ കുഞ്ഞിനെ വേണ്ടേ? അതിനുള്ള ഉത്തരം നീ എൻ്റെ കാമത്തെ അടക്കി തളർന്നു പോകുന്ന നിമിഷം കിട്ടും. അത് ലീഗലി ഭാര്യയായിട്ട് വേണോ, നീ ആഗ്രഹിക്കുന്ന നിമിഷം വേണോ എന്ന് ചിന്തിച്ചു പറഞ്ഞു. ഒരിക്കലും ആർക്കും പിടികൊടുക്കില്ലെന്നതുപോലെ ദേവനാഥ് പോകുമ്പോൾ തന്റെ തീരുമാനങ്ങൾ തെറ്റായിരുന്നോ എന്ന ചിന്തയുടലെടുത്തെങ്കിലും അകത്തെ മുറിയിൽ നിന്ന് കേൾക്കുന്ന ഏങ്ങലടിയിൽ അത് ശരിയാണെന്ന് അവൾ ഉറപ്പിച്ചുകൊണ്ട് അകത്തേക്ക് തന്നെ നടന്നു. നീ എന്താ ഈ പറയുന്നത്? ബന്ധം പിരിയാമെന്നോ? അതും നിന്റെ കുഞ്ഞിനെ ഇവൾ വയറ്റിലിട്ടുകൊണ്ടിരിക്കെ? എന്റെ നിസ്സഹായാവസ്ഥ കൊണ്ട് നിന്നെ അനുസരിക്കുന്നെന്ന് കരുതി ഇങ്ങനെ ഒരു ചതി എന്നോട് പാടുണ്ടോ നാഥേ?
കുര്യന്റെ ശബ്ദത്തിലെ ദയനീയതയിൽ രസിച്ചുകൊണ്ട് കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ദേവനാഥ് ഗാംഭീര്യത്തിൽ അയാളെ നോക്കി. എത്ര മനോഹരമായിട്ടാണ് അയാൾ ആ ദയനീയ ഭാവം അഭിനയിക്കുന്നത്. അവനും അതിനനുസരിച്ചു നിന്നു. സ്റ്റെഫിയെ വിളിക്ക്, എന്നിട്ട് അവളോട് ചോദിക്ക്, വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ഈ ഞാൻ തന്നെയാണോ എന്ന്. കുര്യൻ പകപ്പോടെ ചാടി എഴുന്നേറ്റു. നീ എന്താ നാഥ് പറയുന്നത്? ഒരുപാട് കൂടെ കിടത്തിയും കൂട്ടിക്കൊടുത്തും ശീലമുള്ളതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. രക്തത്തിന്റെ ഗുണം കാണിക്കുമെന്നത് സത്യം തന്നെയാണ്. സുന്ദരനായ ആരോഗ്യവാനായ ഒരു ഡ്രൈവറെ ജോലിക്ക് വെക്കുമ്പോൾ മകൾ വാതിൽ തുറന്നു കൊടുക്കുമെന്ന് അറിയില്ലായിരുന്നോ? അതോ എന്നെ അങ്ങ് ഒലത്താമെന്ന് കരുതിയോ? കുര്യൻ ഉമിനീർ വിലങ്ങി അവനെ നോക്കി നിന്നു. ഞാനിത് മുമ്പേ അറിഞ്ഞതാ. അത് അവളുടെ സ്വാതന്ത്ര്യമായി കണ്ടു. ഞാനും അങ്ങനെയാണല്ലോ. എനിക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത പ്രഗ്നൻസി അവൾ തുടർന്നപ്പോൾ തന്നെ സംശയം തോന്നിയതാണ്. പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നിസ്സാരമെന്ന് കരുതി അവഗണിക്കുന്നിടത്ത് പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. എന്നെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടി ആയിരുന്നില്ല, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ DNA റിപ്പോർട്ട് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി. മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ ചുമക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശത്രുതയോട് പിരിയാമെന്ന ഉദ്ദേശത്തിലല്ല ഞാൻ വന്നത്. നമ്മൾ ഇതുവരെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മുന്നോട്ടും പോകും. അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് സ്ഥാനവും കിട്ടും. പക്ഷേ എൻ്റെ ഭാര്യയുടെ സ്ഥാനം സ്റ്റെഫിക്കുണ്ടായിരിക്കില്ല. അല്ലെങ്കിലും ദേവനാഥിന്റെ ഭാര്യാസ്ഥാനം ടീനയ്ക്കല്ലേ? അവിടേക്ക് വന്ന സ്റ്റെഫി അരിശത്തോടെ പറഞ്ഞു. ജയിൽ പുള്ളിയായ ദേവനാഥിനെ വേണ്ട, ക്രിസ്റ്റഫറിനെ മതിയെന്ന് പറഞ്ഞത് നിന്റെ തന്തയാണ്, അല്ലാതെ ഞാനല്ല. നാഥ് അവൾക്ക് മറുപടി നൽകി. ഞാൻ ആഗ്രഹിച്ച സ്നേഹവും കരുതലും നിങ്ങളിൽ നിന്ന് കിട്ടിയില്ല. അത് കിട്ടിയിടത്തേക്ക് ചാഞ്ഞത് തെറ്റാണെന്നും തോന്നുന്നില്ല. ഞാൻ പോയതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഇല്ലല്ലോ. ഒന്നിനു പകരം 100 പെണ്ണുങ്ങൾ നിങ്ങളുടെ കിടക്കയിലെത്തും. ഇപ്പോഴും എത്തുന്നുണ്ടാകും. എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. പപ്പയോട് ഞാനത് മുന്നേ പറഞ്ഞതാണ്. ശരിയാണ്, തുടക്കത്തിൽ ഇവന്റെ കാര്യത്തിൽ ഞാൻ നിന്നോട് നിർബന്ധം പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നിന്റെ ഇഷ്ടത്തിനെല്ലാം വിട്ടു തന്നതായിരുന്നല്ലോ. കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ. നിന്നെ ആരും ഈ ബന്ധത്തിലേക്ക് നിർബന്ധിച്ചതായിരുന്നില്ലല്ലോ സ്റ്റെഫി. നീയല്ലേ ഇവനെ വേണമെന്ന് വാശി പിടിച്ചത്. ഉടനെ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഇവനോടാണ് ഞാൻ നിനക്ക് വേണ്ടി വാശി പിടിച്ചത്. കുര്യൻ മകൾക്ക് നേരെ തിരിഞ്ഞു. അത് ലക്ഷ്മിയുമായിട്ടുള്ള അടുപ്പം കണ്ടിട്ടല്ലേ? എന്നേക്കാൾ നല്ലതൊന്നും അവൾക്ക് കിട്ടരുതെന്ന് കരുതി. പക്ഷേ കിട്ടിയപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. നാഥ് ദേഷ്യത്തിൽ അവൾക്ക് നേരെ കുതിച്ചെങ്കിലും സ്റ്റെഫിക്ക് കവചമായി ഒരുവൻ വന്നു നിന്നു. റോബിൻ. ഇരുണ്ട രൂപമാണെങ്കിലും അവനൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു. ഒപ്പം വിവേകമുള്ളവനും. ഇവള് പറഞ്ഞതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു സാർ. ഈ സമയത്ത് ഒന്നും ചെയ്യരുത് പ്ലീസ്. നിങ്ങളോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. സംഭവിച്ചു പോയി. എതിരാളി മുന്നിൽ നിന്ന് കൈകൾ കൂപ്പി യാചിക്കുന്നത് ദേവനാഥന് ലഹരിയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് റോബിൻ യാചിച്ചത്. അവന്റെ ഊഹം പോലെ നാഥ് ശാന്തനായി. എന്നാൽ അവന്റെ ഊഹങ്ങൾക്കും അപ്പുറമായിരുന്നു ദേവനാഥ്. അവിടെ അവൻ കാണിക്കുന്നത് മുഴുവൻ ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നു. അല്ലെങ്കിലും സ്റ്റെഫിയുടെ കാര്യത്തിൽ വികാരക്ഷോഭം പുലർത്താൻ അവന് താല്പര്യമില്ലായിരുന്നു. കുര്യനെ ഒപ്പം നിർത്താൻ അവനൊരു കരു മാത്രമായിരുന്നു സ്റ്റെഫി. തിരികെ കുര്യനും അങ്ങനെ തന്നെ. കുര്യന് തന്നെ ഒറ്റാൻ കഴിയില്ലെന്നവന് 100% വിശ്വാസവും ഉണ്ടായിരുന്നു. കാരണം ദേവനാഥിന്റെ എല്ലാ പ്രവൃത്തികളിലും അയാൾ കൂട്ടാളിയായിരുന്നുവല്ലോ. ഞാനിനി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നാഥ് കുര്യനെ നോക്കി. കുര്യൻ മകളെയും. എനിക്ക് റോബിനെ മതി പപ്പ. എന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ലക്ഷ്മിയോടുള്ള കുശുമ്പ് മാത്രമല്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാൻ കാരണമെന്നറിയാലോ. പപ്പയെ എതിർക്കാൻ തോന്നിയില്ല. ഞാനൊരു സാധാരണ വിവാഹ ജീവിതമാണ് ആഗ്രഹിച്ചിരുന്നത്. ഒരുമിച്ചുള്ള കറക്കവും ഷോപ്പിങ്ങും സിനിമയ്ക്ക് പോകലും ഒക്കെയായി എപ്പോഴും സന്തോഷത്തോടെ കൊണ്ടുപോകാൻ കഴിയുന്ന ബന്ധം. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. കുരിശിങ്കലിലേക്ക് വരുമ്പോഴുള്ള സമയങ്ങളിൽ മാത്രമേ എനിക്കെന്റെ ഭർത്താവിനെ കൂടുതൽ സമയങ്ങൾ കിട്ടിയിരുന്നുള്ളൂ. ഇത്രയും വർഷങ്ങൾ കൊണ്ട് പപ്പയ്ക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും വിശ്വാസവും കൊണ്ടുള്ള ദാമ്പത്യം ഉണ്ടാവില്ലെന്ന്. ഇനി എന്നെ എന്റെ വഴിക്ക് വിടണം പപ്പേ. എന്റെ കുഞ്ഞിന് അതിന്റെ പപ്പയെ ഇല്ലാതെയാക്കരുത്.
ദേവനാഥ് ചിരിച്ചു. മകളെ ഇറക്കി എന്നെ അടക്കി ഭരിക്കാമെന്ന് കുര്യൻ കരുതി അല്ലേ? ആ വിഷയവും ഉള്ളിൽ പേറിയാണ് ഇവൾ അഭിനയിച്ചു തകർത്തതെന്ന് എനിക്കറിയാം. ദേവനാഥ് അങ്ങനെ അടങ്ങുന്നവനല്ല കുര്യൻ. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാളെ നോക്കി. ഇനി ഇവിടേക്കൊരു വരവില്ല. ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ മുമ്പേ നീക്കിയതാണ്. അതുകൊണ്ട് ഇവരുടെ കല്യാണം നടത്താൻ തടസ്സമൊന്നും ഉണ്ടാവില്ല. നാടും നാട്ടുകാരുമൊക്കെ അറിഞ്ഞു തന്നെ നടത്തിക്കോ. ദേവനാഥിനെ അപ്പാന്ന് വിളിക്കാൻ പാകത്തിന് ഞാൻ ഒരെണ്ണത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉടനെ അടുത്തതൊന്നും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കുര്യന് മനസ്സിലായല്ലോ അല്ലേ? ഇനിയൊരു സംസാരമില്ലെന്നതുപോലെ അവൻ അവിടെ നിന്നും പോയപ്പോൾ കുര്യൻ ദേഷ്യത്തിൽ മുന്നിലിരുന്ന ടീപ്പോട്ട് തട്ടിയെറിഞ്ഞു. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ആ പോയവൻ വാളെടുത്തവൻ വാളാലേ എന്ന് പറഞ്ഞതുപോലെയാണ് എന്റെ കാര്യം. ഇനിയൊന്നും ചെയ്യാനും കഴിയില്ല. അടുത്ത ഇലക്ഷനിൽ മന്ത്രി കസേര കിട്ടണമെങ്കിൽ അവനെ താണു വണങ്ങി കിടക്കേണ്ട ഗതികേടാണ്. കുര്യൻ പല്ലിഞ്ഞെരിച്ചു. ഇവനെ പോലെ ഒരു ക്രിമിനലിനൊപ്പം നിൽക്കാതെ തെളിവുകൾ കണ്ടെത്തി സാറിനത് പുറത്തു വിട്ടുകൂടെ? റോബിൻ ചൂണ്ടയെറിഞ്ഞു. കുര്യൻ ദേഷ്യത്തിൽ അവനെ നോക്കി. അവൻ സംസാരിച്ചത് അയാൾക്ക് തീരെ ഇഷ്ടമായില്ല. ഡ്രൈവർ പണിക്ക് വന്നിട്ട് എനിക്കിട്ട് ഉണ്ടാക്കിയിട്ട് ചിലക്കരുത് നീ. ദേവവർമ്മയുടെ വീട്ടിൽ നീ ജോലിക്ക് നിന്നിരുന്നെന്ന് അറിഞ്ഞത് കൊണ്ടാണ് നിന്നെ വിശ്വസിച്ച് ഞാനിവിടെ നിർത്തിയത്. എന്നിട്ടിപ്പോ അയാൾ ദേഷ്യത്തിൽ റോബിന് നേരെ തിരിഞ്ഞു. റോബിന്റെ മുഖം കുനിഞ്ഞു പോയെങ്കിലും അവന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നിരുന്നു. പപ്പ വെറുതെ റോബിയോട് ദേഷ്യപ്പെടാതെ. അതിലെന്തെങ്കിലും കാര്യമുണ്ടോന്ന് നോക്ക്. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? പപ്പയെ പേരാണ് വിളിക്കുന്നത്. പ്രായമെങ്കിലും ഓർത്തുകൂടെ അവന്? സ്റ്റെഫി ശബ്ദമുയർത്തി. നീ പറയുന്നത് പോലെയൊന്നും ചെയ്യാൻ കഴിയില്ല. ആ തെളിവുകൾ എന്നെയും കുരുക്കും. അന്നൊക്കെ ഒന്നും ആലോചിക്കാതെ അവനെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പെണ്ണാണെന്ന് പറഞ്ഞിരിക്കുന്ന നീ ശ്രമിച്ചാൽ നിസ്സാരമായി അവനെ കുരുക്കിയിടാൻ കഴിയുമായിരുന്നു. ദേവനാഥ് അങ്ങനെ ഒരു പെണ്ണിലും കുരുങ്ങില്ല പപ്പ എന്ന് നിന്നോടാരാ പറഞ്ഞത്? അവനിപ്പോൾ നീയുമായുള്ള ബന്ധം വേർപെടുത്താൻ പോകുന്നത് മറ്റവളെ കെട്ടാൻ വേണ്ടിയാണ്. ഭ്രാന്ത് പിടിച്ച് മുറിക്കുള്ളിൽ അടങ്ങിയിരിക്കുന്നവളെ കെട്ടാതെ തന്നെ അവളിൽ ഒരു കൊച്ചിനെ ജനിപ്പിച്ചവന് ഇനിയും അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ കല്യാണം വേണോ പപ്പ? അതിന് ഞാൻ നിഖിലയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് നിന്നോടാരാ പറഞ്ഞത്? നിഖിലയോ? അതാരാ? റോബിന്റെ കണ്ണുകൾ കൂർത്തു. തുടരും.